വാടാനപ്പള്ളി ഫാൻസി റോഡിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നതായി ആക്ഷേപം. ശരിയായ അളവിൽ വോൾട്ടേജ് ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നും പെട്ടെന്നുണ്ടാവുന്ന വോൾട്ടേജ് വ്യതിയാനം മൂലം സ്ഥാപനങ്ങളിലെ യന്ത്ര സാമഗ്രികൾ തകരാറിലാകുന്നത് പതിവാകുന്നുവെന്നും വ്യാപാരികൾ പറഞ്ഞു. വാടാനപ്പള്ളി വില്ലേജ് ഓഫീസ്, രജിസ്റ്റർ ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഈ പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരമായി ഉണ്ടാവുന്ന ഇത്തരം പവർ കട്ടുകൾ സ്ഥാപനങ്ങളിലെ ശരിയായ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. ഒരു ദിവസത്തിൽ 5, 6, 7, 8 പ്രാവശ്യമൊക്കെ കറണ്ട് പോയി വന്നും നിൽക്കുന്നു. ചില വോൾട്ടേജ് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമുക്കത് പണിയെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആ ചാനലിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് ഇങ്ങനെ കട്ട് വരും, പോവും, പെട്ടെന്ന് വരും, വോൾട്ടേജ് കൂടും, ചിലപ്പോൾ കുറയും. അങ്ങനെ പല പ്രാവശ്യം ഈ കടക്കാരൻ്റെ കംപ്രസർ പോയിട്ടുണ്ട്. കൂടാതെ ഞാനും ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കും ഇതേമാതിരി പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ആയതിനാൽ ഇലക്ട്രിക് ICB ഇതൊന്ന് പരിഹരിച്ച് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഫാൻസി റോഡിൽ സിഗ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻപിലായി ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സർവീസ് വയറുകൾ റോഡിന് കുറുകെയായി വളരെ ഉയരം കുറഞ്ഞ അകലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സ്കൂൾ ബസ്സുകൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ സർവീസ് വയറുകളിൽ തട്ടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പലതവണ അധികാരികളെ വിവരം അറിയിച്ചുവെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നും സ്ഥാപന ഉടമകൾ പറഞ്ഞു. വാഹനങ്ങൾക്ക് തിരിയാൻ പറ്റുന്ന രീതിയിലല്ല ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പരിഹാരം ഉണ്ടാവണം. രണ്ടാമത് ഇവിടെ ഏറ്റവും വലിയ ഓഫ്സെറ്റ് പ്രസ് ഉണ്ട്, മറ്റ് സാധാരണ ഒരു പ്രസ് ഉണ്ട്, പിന്നെ ഒരു സിഗ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, രജിസ്റ്റർ ഓഫീസുണ്ട്. ഇവിടെ 10, 25, 30 വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. എന്നും തടസ്സമാണ്.